ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മുടെ പഴയ ക്രിമിനൽ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ റിട്ടേൺ ആയിട്ട് വരാനായിട്ട് പോവാണ്. അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ പുതിയതായിട്ടൊരു ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽസ് കൂടെ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോവാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഏതൊക്കെ ക്രിമിനലാണ് റിട്ടേൺ വരുന്നത്, എന്നാണ് റിട്ടേൺ വരുന്നത്, എങ്ങനെയാണ് റിട്ടേൺ വരുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്കും കൂടെ ചെയ്തേക്കാം. ഇനി ഒട്ടും പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ ഗെയിമിലേക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ക്രിമിനൽ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ റിട്ടേൺ ആയിട്ട് വരാനായിട്ട് പോവാണ്. മെയിൻ ആയിട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത് ഈ ഒരു ഗോൾഡൻ ക്രിമിനൽ ആണ് ഗൈസ്. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ റെഡ് ക്രിമിനൽ പോലത്തെ ആനിമേഷൻ ഉള്ള ആ ഒരു ക്രിമിനൽ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബാക്കിയുള്ള ക്രിമിനൽ എന്തേന്ന്, അതൊക്കെ വരുന്നുണ്ട് ഗൈസ്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ഒരു ഗോൾഡൻ ബണ്ടിലിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ ഒരു ബണ്ടിലിനാണെങ്കിൽ കുറെ അധികം എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബണ്ടിലിന്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഗൈസ്. അതായത് നമ്മുടെ വൈറ്റ് ക്രിമിനലും ആവും, അതുപോലെ തന്നെ ഗോൾഡൻ ക്രിമിനലും ആവും. അപ്പൊ ഗൈസ്, ഈ ഒരു ക്രിമിനൽ ബണ്ടില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഗൈസ്, ഈ ഒരു ക്രിമിനലിന് 3 എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ എബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എനിമിയെ കില്ലെടുക്കുന്ന സമയത്ത് നമ്മുടെ തലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ചിഹ്നം കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ എബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എനിമിയെ നോക്കാക്കുന്ന സമയത്ത് നമ്മുടെ തലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു എബിലിറ്റി ആയിരിക്കും വരുന്നത്. പിന്നെ മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടുന്നത് ഇങ്ങനെ ആയിരിക്കും ഗൈസ്. ഈ ഒരു ബണ്ടിൽ ഇട്ടിട്ട് ഓടുന്നത് ഇങ്ങനെ ആയിരിക്കും ഗൈസ്. ആനിമേഷനും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ, ഈ ഒരു ക്രിമിനൽ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് ഓടുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. പിന്നെ ഗൈസ്, ഈ ഒരു ടോക്കൺ വീൽ ഇവന്റ് വഴിയായിരിക്കും നമ്മൾ ഈ ഒരു 2 ക്രിമിനൽ ബണ്ടിൽസ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത്. ഈ ഒരു നിയോൺ ബണ്ടിൽ നമ്മുടെ ഗെയിമിലേക്ക് ഓൾറെഡി വന്നിട്ടുള്ള ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ക്രിമിനൽ ബണ്ടിലിനുള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഫക്ട് മാത്രമേ ഉള്ളൂ ഗൈസ്, അല്ലാതെ വേറൊന്നുമില്ല. ഈ ഒരു ക്രിമിനൽ ബണ്ടിൽസിനകത്ത് ഈ ഒരു എഫക്ട് മാത്രം വരുന്നതായിരിക്കും. അടുത്തായിട്ട് ബാക്കിയുള്ള ക്രിമിനൽ എങ്ങനെ വരുമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ്. ചിലപ്പോൾ ഈ ഒരു ഫേഡഡ് വീൽ വഴി ഫുൾ ക്രിമിനലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് ഫുള്ള് വരുമെന്ന് കൺഫേം ഒന്നും അല്ല ഗൈസ്. എന്തായാലും ഈ ഒരു ഗോൾഡനും റെഡും കാര്യങ്ങളൊക്കെ എന്തായാലും കൺഫേം ആണ്. പിന്നെ മറ്റ് സെർവറിലൊക്കെ എല്ലാ ക്രിമിനലും വരുമെന്ന് കൺഫേമും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഈ ഒരു ഇന്ത്യൻ സെർവർ മാത്രം ഗരീനെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പൊ ഗൈസ്, എന്തായാലും ക്രിമിനൽ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് റിട്ടേൺ ആയിട്ട് വരാനായിട്ട് പോവാണ് ഗൈസ്. പിന്നെ ഗൈസ്, ഇത് എന്ന് വരും ചോദിക്കുവാണെങ്കിൽ ഈ ഒരു സോളർ മാപ്പിന്റെ ഇവന്റ് കഴിയുന്ന ഉടൻ തന്നെ ഈ ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. അതായത് അടുത്ത മാസം ലാസ്റ്റോടെ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഇങ്ങനെയുള്ള അപ്ഡേറ്റിംഗ് കണ്ടന്റും കാര്യങ്ങളൊന്നും നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെയുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഗൈസ്. അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ ഗൈസ്.